ഈ ഓണം യൂറോപ്പിൽ ആഘോഷിച്ചാലോ? ഓഗസ്റ്റ് 20, 23, 24 തീയതികളിലായി ഫ്രാൻസ്, UK, ബെൽജിയം, ജർമ്മനി, സ്വിറ്റ്സർലാൻഡ്, ഓസ്ട്രിയ, ഇറ്റലി, വത്തിക്കാൻ തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഒരു ഗംഭീര യൂറോപ്യൻ യാത്ര. യൂറോപ്പ് ഓണം പൊന്നോണം. അനാർക്കലിയുടെ കല്യാണം കല്യാണം ഒന്ന് പോടാ, എനിക്ക് കല്യാണം ഒന്നും കഴിക്കണ്ട എന്ന് പറഞ്ഞത്. ഇല്ലല്ലോ, എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. അതിന് സമയമായിട്ടില്ല എന്നേ ഉള്ളൂ. അടുത്ത ഒരു 2 വർഷത്തിനുള്ളിൽ നമുക്കിത് പ്രതീക്ഷിക്കാമോ? ഓഫ് കോഴ്സ്. അക്ബർ വളരെ റീസെന്റ് ആയിട്ട് കല്യാണം കഴിച്ച ഒരാളല്ലേ. അപ്പൊ അക്ബർ ഒരു ഉപദേശം അനാർക്കലിക്ക് കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും കൊടുക്കുക? എന്തായാലും കല്യാണം കഴിഞ്ഞാലും ഇവരുടെ കൺട്രോളിലായിരിക്കുമല്ലോ. ഇനി അവന്റെ കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്കറിയാൻ പാടില്ല, കല്യാണം കഴിഞ്ഞാൽ കാണാണ്ടൊരു ഫ്രീഡം അങ്ങോട്ട് കുറയണത്. അതെന്താ അങ്ങനെ? അതെ, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഫ്രീഡം കുറഞ്ഞോ? ഇല്ലല്ല, ഇത് അവള് കാണൂലേ. ഇല്ല, എനിക്ക് നല്ല ഫ്രീഡമാണ്. അത്യാവശ്യം ഫ്രീഡം ഒരു മോഡേൺ ഫാമിലിയാണ് ഞങ്ങൾ. ഞാൻ ബിഗ് ബോസിൽ നിന്ന് വന്നതായതുകൊണ്ടേ ഇങ്ങനെ ഞാൻ ചിന്തിക്കും, ആരാണ് ടാർഗറ്റ്. വളരെ പേഴ്സണൽ ആയിട്ട് അനാർക്കലിയോട് ചോദിക്കട്ടെ. നമ്മൾ കേരളത്തിൽ എല്ലാവരും ഭയങ്കര പ്രോഗ്രസീവ് ആണ്, ആനയാണ് കുതിരയാണെന്നൊക്കെ പറയും. എന്നാലും നമ്മളൊരു ലിവ് ഇൻ റിലേഷൻഷിപ്പ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇത് ശരിയല്ല, മൊറാലിറ്റി അല്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഐ റിയലി ഡോണ്ട് കെയർ. അങ്ങനെ ഐ ആക്ച്വലി കെയർ അബൌട്ട് എ ലോട്ട് ഓഫ് തിങ്സ്, അബൌട്ട് വാട്ട് പീപ്പിൾ തിങ്ക് ഓഫ് മീ. പക്ഷെ ചില കാര്യങ്ങൾ നോ, ഐ ഗിവ് 0 Fs. എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങളിൽ ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആണ് ആ കാര്യത്തിൽ. ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ നമുക്ക് സംശയമുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ, ഇത് ശരിയാണോ അല്ല എന്നുള്ള ചില കാര്യങ്ങൾ. അതിന് ആൾക്കാർ എന്തൊരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ടെൻഷനാകും ഞാൻ. ആ ഓണാഡോ പേരിട്ടത് അനാർക്കലിന്റെ ഒരു പേര് കിട്ടണല്ലോ. അപ്പൊ ഞങ്ങളിങ്ങനെ കുറെ ആലോചിക്കുന്നുണ്ട്. മാവേലി റോക്സ്, മാവേലി ഹോം കമ്മിങ്. കൊടിയും കൊടി പറക്കും താനേ നാനേ, തകിലും കുരവകളും നാടേ കാണേ, അടിയും മതിരടിയും മാടേ പാടേ, കവിളും ചിരിപടരും ചേരുമാടേ. ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. അപ്പോൾ ഓണാഡോ ആൽബത്തിന്റെ വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നു അനാർക്കലി മരിക്കാർ ആൻഡ് അക്ബർ ഖാൻ. വെൽക്കം ടു ദ ഷോ. ഭയങ്കര വ്യത്യസ്തമായ ഒരു പേര്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു ആൽബം ചെയ്യുന്നുള്ളത്. ആ സത്യമായിട്ട് അങ്ങനെ ആയിരുന്നു. ആദ്യമായിട്ടല്ലേ അനാർക്കലിയുടെ കൂടെ ഇന്റർവ്യൂവിന് ഇരിക്കുന്നത്? ആ എക്സൈറ്റ്മെന്റ് ഇല്ലേ? ഇത്ര തന്നെ അത് പറഞ്ഞില്ലേ? അത് എങ്ങനെയായി ഇങ്ങനെ വന്നു? ഞാൻ ഇന്നലെ അനാർക്കലിയുടെ കുറെ ഇന്റർവ്യൂസ് ഇങ്ങനെ ഇരുന്ന് കാണായിരുന്നു. കണ്ടപ്പോ എന്ത് മനസ്സിലായി? അനാർക്കലി ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള അല്ലേ, ഭയങ്കര സെൻസ് ഓഫ് ഹ്യൂമർ ആയിട്ടുള്ള. അതെ, കറക്റ്റ് ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അനാർക്കലി അടിപൊളിയാണ്. പക്ഷെ ഇതെങ്ങനെ നിങ്ങൾ എന്നെ കുറിച്ച് പറഞ്ഞോ, പുകഴ്ത്തിക്കോ, കുഴപ്പമില്ലാതെ പറഞ്ഞിട്ട് അനാർക്കലി ഒരു ഓണത്തിന്റെ പാട്ട് വന്നപ്പോ അല്ല, അതെങ്ങനെയായിരുന്നു ഈ പാട്ട് നിങ്ങളിലേക്ക് എത്തിയത്? അല്ല, ഇത് എനിക്ക് കുറെ നാളായിട്ടൊരു പാട്ട് സ്വന്തം ഇങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് എങ്ങനെ കമ്പോസ് ചെയ്യാനൊന്നും അറിയത്തില്ല. പക്ഷെ ഐ വാണ്ടഡ് ടു സിങ്, ഐ ജസ്റ്റ് വാണ്ടഡ് ടു സിങ് എ സോങ്. അപ്പം നമ്മൾ എപ്പോഴും ഇങ്ങനെ കവർ സോങ്സ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണല്ലോ. അപ്പം അതിൽ നിന്ന് മാറിയിട്ട് സ്വന്തമായിട്ടൊരു പാട്ട് പാടണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ആരും പാട്ട് പാടാൻ അവസരവും തരുന്നില്ല. പിന്നെ നമ്മളായിട്ട് അപ്പൊ നമ്മളായിട്ട് ഇതിനെ ഒരു ഇനീഷ്യേറ്റീവ് ആയിട്ട് എടുക്കുക എന്നുള്ളൊരു പരിപാടിയാണ്. അപ്പൊ എനിക്ക് അക്ബറിന്റെ പണ്ട് പോലെ സരിഗമപ മുതൽ ഞാൻ അക്ബറിനെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം അക്ബറിന്റെ പാട്ടും അക്ബറിന്റെ വോയിസും പരിപാടികളൊക്കെ അവന്റെ എല്ലാ പരിപാടികളൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അപ്പം നമ്മൾ ഇടയ്ക്ക് നമ്മൾ ദുബായിൽ ഷാർജയിൽ വെച്ചിട്ട് ഒരു ഷോയ്ക്ക് പരിചയപ്പെട്ടു. അങ്ങനെ 1-2 ഷോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതെ, ഇനോഗ്രേഷൻ. അന്നോട്ടെ അനാർക്കലി അറിയാം, നിങ്ങൾ തമ്മിലൊരു അല്ല, എനിക്ക് അന്ന് ആദ്യം പരിചയപ്പെട്ടു. അതിന് മുന്നേ അറിയാലോ. അനാർക്കലിയുടെ 2 സിനിമ പറയാം. അതെന്താ പ്രശ്നം? ഒന്ന് സുലേഖ മനസ്സിൽ, ഒന്ന് മറ്റേ പടം, മറ്റേ അൽത്താഫിനായിട്ടുള്ള പടമല്ലേ? അതിന്റെ പേര് പറ. എന്തായിരുന്നുടാ? ശരി, നിന്നോടല്ലേ ചോദിച്ചത്? ഞാൻ ഉറങ്ങിയിട്ടില്ല, കട്ട് ചെയ്യാൻ പറ്റും? ഇല്ല, പറ്റില്ല. ഇത് മൊത്തം ഇട്ടാണോ? അത് തന്നെ ഞാൻ ഇടും. ഞാൻ സുലേഖ മനസ്സിൽ 2 വട്ടം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് 2 പടമായല്ലേ? എനിക്ക് ഉയരെങ്കിലും പറയാം. ഉയരെ, അയ്യോ മറന്നുപോയി, വിട്ടുപോയതാ, സോറി. പക്ഷെ ഞാൻ എപ്പോഴും അനാർക്കലി എന്ന് പറയുന്നത്, അനാർക്കലി എനിക്കിഷ്ടമുള്ള ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അങ്ങനെയാണ് അനാർക്കലിയോട് എനിക്ക് ഒരു കൂടുതൽ റെസ്പെക്ട് വന്നത്. MG സാറിനായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഇല്ലേ,
അതിനകത്ത് ഇപ്പോൾക്ക് എല്ലാ പാട്ടും അറിയാം. നമ്മൾ സിംഗറാന്ന് പറഞ്ഞ് നടന്നിട്ട് നമുക്ക് ലെജൻസ് ചെയ്തു വെച്ച നമുക്ക് അത്രയും നല്ല കമ്പോസിഷൻസ് ഉണ്ട്. നമുക്ക് അതും അതിലൊക്കെ വളരെ കുറച്ച് മാത്രമേ നമുക്കറിയുള്ളൂ. പക്ഷെ അനാർക്കലിക്ക് എല്ലാ പാട്ടുകളും അറിയാം, അതിന്റെ വരികളും അറിയാം. ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊരു ജന്മമാണ്. അങ്ങനെയാണ് കൂടുതൽ അനാർക്കലിയോട് നമുക്ക്. അത് ഈ സരിഗമപ്പ കണ്ടവർക്ക് അറിയാം. ഇവൻ വലിയ കാര്യത്തിൽ പാട്ട് പാടാൻ കയറും, എന്നിട്ട് ലിറിക്സ് തെറ്റിക്കും. സ്വാഭാവികം. അതിന് ലിറിക്സ് തെറ്റിക്കാൻ അറിയപ്പെട്ടോണ്ടുന്ന ആളെ അവൻ. അതുകൊണ്ടായിരിക്കും അവൻ ഇത്രയും. അങ്ങനെ ഏതായാലും ആ കാലം തൊട്ടേ അനാർക്കലി അറിയാമായിരുന്നു. വേറെ വഴിക്ക് പോയി. അതെ, അങ്ങനെയാണ് നമ്മള് അത് ഉറങ്ങിയിട്ടില്ല പാവം. അങ്ങനെയാണ് നമ്മള് ഓണാഡോ എന്ന് പറയുന്ന ഒരു സാധനം ആദ്യം ആരുടെ അടുത്തേക്ക് എത്തിയേ? അല്ല, അപ്പൊ ഞാനൊരു നമുക്കൊരു ഓണം സോങ് ചെയ്താലോ? അപ്പൊ ഇവന്റെ അനുവും പറഞ്ഞ മായ ദീവാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായ പാട്ടായിരുന്നു. അപ്പം ഐ ടോൾഡ് ലെറ്റ്സ് ഡു സംതിങ് ഫോർ ഓണം. കാര്യം ഓണം എന്ന് പറയുന്നത് എല്ലാവരും പാട്ടുകൾ കേൾക്കാനും അതിനൊപ്പം ഡാൻസ് കളിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു ടൈമാണ്. സോ നല്ലൊരു സമയമായിരിക്കും ഒരു പാട്ട് ഉണ്ടാക്കാൻ എന്ന് കരുതിയിട്ട് ഞാൻ ഇവനോട് പറയുമായിരുന്നു. ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു, അനാർക്കലി എന്നെ വിളിച്ചു, എത്രയോ ഓപ്ഷൻസ് ഉണ്ട്, പക്ഷെ വേറെ സിംഗേഴ്സ് ഉണ്ടല്ലോ. അവര് പറഞ്ഞത് അവളുടെ അടുത്ത് നിന്റെ നമ്പർ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഏതായാലും അങ്ങനെ ഒരു പാട്ടിറങ്ങി കഴിഞ്ഞിട്ട് ഏറ്റവും അധികം കേട്ട ഒരു കോംപ്ലിമെന്റ് എന്താണ്? ഇത് വേറെ എവിടെയോ ഇത് ഞാനേട്ടാ നിങ്ങള് കോപ്പി അടിച്ചത് എവിടെ നിന്നിട്ടാ? ഞാനത് പാട്ട് കേൾക്കുമ്പോഴും എടാ ഈ പാട്ട് ഞാനിങ്ങനെ എവിടെയോ കേട്ട പോലെ ഉണ്ട്, പക്ഷെ അത് ഏതാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലായില്ലല്ലോ, അതാണ് നമ്മുടെ. ഓ അത് ശരി, അങ്ങനെ എവിടേക്കോ അങ്ങനെ അത് നമ്മള് ഓരോ ഇൻസ്പയർഡ് ഫ്രം സോങ്സ്. അത് ഇപ്പൊ കുറെ ഇപ്പൊ നമ്മുടെ കമന്റിലാണെങ്കിലും കുറെ വേറെ സോങ്സ് പോലെ ഉണ്ട് എന്നൊക്കെ പറയും. അക്ബർ വളരെ റീസെന്റ് ആയിട്ട് കല്യാണം കഴിച്ച ഒരാളല്ലേ. അനാർക്കലി ഭാവിയിൽ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരാളാണ്. അപ്പൊ ഇതുമായിട്ടൊരു ബന്ധമില്ല കേട്ടോ. ഞാൻ വെറുതെ പുതിയൊരു സെനാരിയോ ഞാൻ ചോദിക്കാൻ പോവാ. അപ്പൊ അക്ബർ ഒരു ഉപദേശം അനാർക്കലിക്ക് കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും കൊടുക്കുക? അതാണ് ഉപദേശം. അതായത് ഇല്ല, എന്തായാലും കല്യാണം കഴിഞ്ഞാലും ഇവരുടെ കൺട്രോളിലായിരിക്കുമല്ലോ. ഇനി അവന്റെ കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. അതെന്താ അങ്ങനെ ഒരു ടോക്ക്? എനിക്കറിയാൻ പാടില്ല. കല്യാണം കഴിഞ്ഞാൽ കാണാണ്ടൊരു ഫ്രീഡം അങ്ങോട്ട് കുറയണത് അതെന്താ അങ്ങനെ? അതെ, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇല്ല ഇത് അവള് കാണൂല്ലേ? ഇല്ല, എനിക്ക് നല്ല ഫ്രീഡം ആണ്, അത്യാവശ്യം ഫ്രീഡം കൊടുക്കുന്ന ഒരു മോഡേൺ ഫാമിലിയാണ്. അതെ അതെ. അക്ബറിന്റെ വൈഫിന് കൃത്യമായിട്ട് മലയാളം മനസ്സിലാവോ? അയ്യോ, എനിക്ക് മലയാളം പറയും കൊറേയൊക്കെ. പക്ഷെ ആ മലയാളം നമുക്ക് മനസ്സിലാവുന്നില്ല. ഇല്ല, ഞാൻ ചിലപ്പോ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ വൈഫ് ഉണ്ടെങ്കിൽ അവൾക്ക് മനസ്സിലാതിരിക്കണമെങ്കിൽ ഞാൻ ശുദ്ധ മലയാളത്തിൽ സംസാരിക്കും. അത്തരം വിഷയങ്ങൾ നമ്മൾ ഏർപ്പെടുമ്പോൾ എന്നൊക്കെ പറയും, അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവില്ല. അല്ല, അങ്ങനെ ഏതായാലും കല്യാണമൊക്കെ കഴിഞ്ഞോ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടാവും. എന്നാൽ എനിക്കറിയാനുള്ള ഒരു താല്പര്യം കൊണ്ട് ചോദിക്കുക, എങ്ങനെയായിരുന്നു യുപിയിൽ നിന്ന് ഒരു കല്യാണം വന്നേ? ഇതിനി പറയരുതെന്നാണ് എന്റെ അടുത്ത് പറയുന്നത്. ഒരു ഒറ്റ സെന്റൻസിലൊന്ന് പറയാം. ഒറിജിനൽസിൽ വന്നില്ലല്ലോ. ഇല്ല, ഒറ്റ സെന്റൻസിൽ പറയാവോ? ഇതേ അറിഞ്ഞിട്ടില്ലെന്ന് കേട്ടാ. അത് നമ്മളിങ്ങനെ മാട്രിമോണി ആണോ? മാട്രിമോണി അല്ല. അല്ല. അപ്പൊ യുപി പോയി പ്രേമിച്ചോ? അങ്ങനെയല്ല. ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് വഴിയാണ് ആളെ പരിചയപ്പെടുന്നത്. അപ്പം ഞാൻ പണ്ടേ ഹിന്ദി പാടുന്നത്. അപ്പൊ എനിക്ക് കുറച്ചുകൂടെ ഹിന്ദി ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബോളിവുഡൊക്കെ ഉറുദു മിക്സ് ആണ്. അപ്പൊ എനിക്ക് കുറച്ചുകൂടെ ഹിന്ദി ഉറുദു ഒക്കെ എനിക്ക് ആക്സെന്റും അപ്പൊ ഞാൻ അങ്ങനെ ചോദിച്ചപ്പോ പറഞ്ഞു, ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, എന്റെ ഫ്ലാറ്റിന്റെ ഓപ്പോസിറ്റ് ഉണ്ട് ഒരു ടീം. അവര് നോർത്ത് ഇന്ത്യൻസ് ആണ്. അവര് എന്ന് പറഞ്ഞാല് മക്കൾക്ക് എഡ്യൂക്കേഷൻസ് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അവര് ചെറുപ്പത്തിലെ കൊച്ചിയിലോട്ട് മക്കളെ വിട്ടു. ഒരാൾ SEMS ലാണ് പഠിച്ചത്, ഒരാൾ IAS ലാണ് പഠിച്ചത്. അങ്ങനെ ഇവിടെയാണ് അപ്പൊ അവര്. അപ്പൊ ഇവരുടെ മൂത്ത ആളാണ് ഷെറിൻ ഇവിടെ അല്ല, ഷെറിൻ കോയമ്പത്തൂരാണ് പഠിക്കുന്നത്. അപ്പം അവളുടെ അനിയത്തിയും അനിയന്മാരൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് അവളെ ഇടയ്ക്ക് കൊച്ചിയിലോട്ട് വിസിറ്റ് അടിക്കും. അങ്ങനെ കണ്ടു മിണ്ടി. അതെ. ഈ ഓണാഡോ കണ്ടിട്ട് ഷെറിൻ എന്തായിരുന്നു ആദ്യം പറഞ്ഞത്? ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആണ്. പുള്ളിക്കാരിക്ക് പാടാൻ പറ്റാറുണ്ടോ രണ്ടുപേരെങ്കിലും അതിനകത്ത്? ഇല്ല, പുള്ളിക്കാരത്തി ഇപ്പൊ അങ്ങനെ പാട്ട് ലിറിക്സിന്റെ ആളാണ്. ഇപ്പൊ പുള്ളിക്കാരത്തി സ്റ്റോറി ഇട്ടാൽ തന്നെ ആള് പറയാ. ഞാനപ്പോ നമ്മള് സിംഗേഴ്സ് അല്ലേ, പെട്ടെന്ന് പാട്ട് കേട്ടിട്ട് ചെയ്തിട്ട് നല്ലതാണ് എന്നാ പറയൂ, ആദ്യത്തെ ലിറിക്സ് എന്തായിരുന്നു? അപ്പൊ ലിറിക്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇപ്പൊ പുള്ളിക്കാരത്തി കേട്ടിട്ട് ഓണാഡോ കേട്ടിട്ട് പറഞ്ഞു നല്ല സിങ്ക് ആണ് ലിറിക്സ്, അതിനകത്തോട്ട് മീനിങ് ഒന്നും അറിയില്ല, പക്ഷെ നല്ല പാട്ടാണെന്ന് പറഞ്ഞു. ഭയങ്കര
ആണ്. നിങ്ങൾ രണ്ടുപേരും സിംഗേഴ്സ് ആയതുകൊണ്ട് തന്നെ ഞാനൊരു സിംഗിങ് റൗണ്ട് നടത്തട്ടെ. അതിൽ ഇവിടെ തന്നെ ജയിക്കുള്ളൂ. ഞാൻ ഒരു പാട്ടിന്റെ ഇടയിലുള്ള ഒരു വരി പറയാം. തുടക്കം ഏതാന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ വേറെ വ്യത്യസ്ത നമ്മ രണ്ടുപേര്, അതായത് നമ്മ ഒരു ടീം നിങ്ങളൊരു ടീം, അങ്ങനെയാണോ? അങ്ങനെയല്ല, നിങ്ങൾ രണ്ട് ടീം. കേട്ടോ? അപ്പൊ ഞാൻ ആദ്യത്തെ വരിയാണേ. കടലിലെ ഓളവും കരളിലെ മോഹവും അടങ്ങുകില്ലോമനെ. അത് പാട്ടായിട്ട് പാടാൻ പറ്റുമോ? ഞാൻ പാട്ട് പാടി കഴിഞ്ഞ് ഞാൻ മനോഹരം. കരളിലെ മോഹവും കടലിലെ ഓളവും ഓളവും കരളിലെ മോഹവും അടങ്ങുകില്ലോമനെ. ഒരു സൂപ്പർ ഹിറ്റ് പാട്ടാണിത്. ഇവൾക്കാണ് ലിറിക്സ് ഒക്കെ നന്നായിട്ട് അറിയുന്നത്. എന്തെങ്കിലുമൊക്കെ പറ. അല്ല, ഒരു മൂളിപ്പാട്ടെങ്കിലും. അല്ല, ഞാൻ ക്ലൂ തരാം. ക്ലൂ പറയാ. വളരെ പഴയ പാട്ടാണ്. അത് ശരി. ആ വരി കേട്ടാൽ തന്നെ അറിയാം പഴയ പാട്ടിന്റെ ആണെന്നുള്ളത്. എങ്കിൽ രണ്ടാമത്തെ ക്ലൂ, ഒരു മീനിന്റെ പേരാണ് ആ സിനിമയ്ക്കുള്ളത്. ചെമ്മീൻ. കറക്റ്റ്. അല്ല, വേറെ മീനിന്റെ പേരില് സിനിമ ഇല്ലല്ലോ ഇവിടെ. ഇല്ല. ചെമ്മീനിലേത് മാനസമായിട്ട് വരുള്ളൂ. ഞാനങ്ങനെ പാടി നോക്കാണ്. ഇത് അനുപല്ലവിയിലാണ് ഈ വരി വരുന്നത്. പല്ലവിയിലാണെങ്കിൽ ഞങ്ങൾ പിടിച്ചേനായിരുന്നു. ഓ, പിന്നല്ലാണ്ട് എനിക്ക് ഏതോ പല്ലവിയിലോ അനുപല്ലവിയിലോ ഉള്ള അടുത്ത സാധനം തരാം. ഇനി നീരാട്ട് താരാട്ട് ഓമന ചോറൂണ്. കിളിപ്പണ്ണയാണോ? അതെങ്ങനെ മനസ്സിലായേ? അപ്പൊ തന്നെ നീരാട്ട് താരാട്ട്. എനിക്ക് ഏതെങ്കിലും ആ പാട്ടെങ്കിലും ഒന്ന് പാട് പ്ലീസ്, നിങ്ങൾ രണ്ടുപേരോട്. കിളിപ്പെണ്ണേ കണ്ടില്ലേ വിളിച്ചാൽ പോരില്ലേ തുളുമ്പും പ്രായമല്ലേ? അതെ അതെ അതെ, തുടുമ്പം പ്രായം തന്നെ. ഓക്കെ, വരികള് പ്രശ്നമാണ്. തോന്നരുത് പ്ലീസ്. ഒന്നും തോന്നില്ല, എനിക്കൊന്നും തോന്നില്ല, ഒന്നും തോന്നില്ല. അല്ലാതെ കാണുന്നവരാണ് ഞാൻ പറഞ്ഞത്. തോന്നരുത്, എനിക്കറിയില്ല വരികൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കരളിൽ വിടരും ആശകളാൽ മൊഴിയൂ സ്നേഹ കോകിലമേ. ദൂരെ ദൂരയായൻ തീരമില്ലയോ തരളിതരാവിൽ. ഇതൊക്കെ എങ്ങനെ പാടി? ഓക്കെ, അടുത്തത്. മെല്ലെ സ്വപ്നം പൂവണിഞ്ഞു മായാവർണ്ണങ്ങൾ ചൂടി നാം. മെല്ലെ സ്വപ്നം പൂവണിഞ്ഞു മായാവർണ്ണങ്ങൾ ചൂടി നാം. അറിയാം, കിട്ടണില്ല. എനിക്ക് ക്ലൂ തരണോ? ക്ലൂ തരാം. അതായത് മോഹൻലാലിന്റെ പടമാണ്, ശ്രീനിവാസന്റെ പടമാണ്. പറയാതെയാണോ? ആണോ? മൈ ഗോഡ്, എന്തെനിക്ക് പറ്റുന്നത്? ഇതിപ്പോ നാണക്കേടിന്റെ പ്രശ്നമാണ്. എനിക്കെന്താ പറ്റിയത്? ഒരെണ്ണവും കൂടെ തരാം. കളപ്പുരമേയും കന്നി നിലാവേ. ഇവിടെ കേട്ടിട്ടുണ്ട്. ഇനിയും വരുമോ തിരുവോണം. എനിക്ക് അറിയാം, പക്ഷെ എനിക്ക് ചിന്തിക്കാൻ വയ്യ. വീണ്ടും അത് മോഹൻലാലിന്റെ സിനിമയാണ്. കളപ്പുര മേയും കന്നി നിലാവേ ഇനിയും വരുമോ തിരുവോണം. അതല്ലേ? അപ്പൊ എന്തായാലും ഈ റൗണ്ട് വളരെ വിജയകരമായിട്ട് അക്ബർ ഖാൻ വിജയിച്ചിരിക്കുന്നു. എനിക്ക് റൗണ്ട് നമ്പർ 2 വരട്ടെ. വേറെ സാധനം തരാം. ഇതിലും വിചിത്രമായ ഒരു സാധനം തരട്ടെ. കേക്കട്ടെ. ഞാനൊരു പാട്ടിലെ കുറച്ച് വാക്കുകളൊക്കെ പറയും. ആ വാക്കൊക്കെ വെച്ചിട്ട് പാട്ട് ഏതാന്ന് കണ്ടുപിടിക്കണം. കല്യാണം, ഓലേഞ്ഞാലി, മാനം, മനസ്സ്. മാനം തേടിഞ്ഞ് നിന്നാൽ മനസ്സ്. അയ്യോടെ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയി. അടുത്ത പ്രാവശ്യം എന്നോട് പറയണത് ഞാൻ പറയാം. ചെല്ലപ്പൂത്തുമ്പി, ചൂടുണ്ടോ? ചൂടുണ്ടോ അതാണോ? പൂക്കാലാണോ? അതൊക്കെ സിമ്പിളാ. എനിക്കുണ്ടല്ലോ ഇങ്ങനത്തെ സാധനങ്ങൾ ചോദിച്ചാൽ എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. ഞാൻ ബിഗ് ബോസിൽ നിന്ന് വന്നതായതുകൊണ്ടേ ഇങ്ങനെ ഞാൻ ചിന്തിക്കും. എവിടുന്നാണ് ആ വരികൾ? ആരാണ് ടാർഗറ്റ്? എന്നൊക്കെ അതാ എനിക്ക് ബുദ്ധിയില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മിഴിവേകിയ നിറം, അഴകേകിയ കനവ്. ഇത് മിഴിവേകിയ നിറമില്ലാതെ മറ്റേ പ്രേമം അല്ലേ? ഒരു രക്ഷയില്ലേ മനുഷ്യനെ കൊണ്ട്. തീർത്തൊരു ശിലയഴകെ മലരേ.
ഇല്ല ഇതെന്തായാലും അനാർക്കലിക്ക് പറ്റും. ഞാൻ മാറട്ടെ ഒന്ന് ചോദിക്കോ അങ്ങനെ ആക്കിയാലോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒന്ന് അങ്ങനെ ഞാൻ അതെ ഇത് പറ്റും അനാർക്കലി വരും. മലയാളി പെണ്ണ് ഇഷ്ടപ്പെട്ട് പാടിക്കോ അതന്നെ പാട്ട്. അത് തന്നെ മലയാളി പെണ്ണോ? ആ പാട്ട് പാടിക്കോ. വേറെ ഒരു വാക്കേ പറഞ്ഞുള്ളൂ. അല്ലെന്ന് അത് തുടക്കത്തില് അതിനല്ലേ? അത് തന്നെയല്ലേ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം. അല്ല അത് മനസ്സിലായി, അതാണ് പറയണത്. അതാ വരിയില് തുടങ്ങണല്ലോ ഒരു പാട്ട്. വേണ്ടെങ്കിൽ ഞാൻ വേറെ പറയാം. വേറെ അല്ല ബാക്കി വാക്കുകൾ പഞ്ചാബി. അപ്പൊ അതല്ല ആ പാട്ടല്ല. ഓക്കെ അപ്പൊ വേറെ പാട്ടാ മനസ്സിലായി. പഞ്ചാബി. 3 സംസ്ഥാനം പറയാം. ഗുജറാത്തി. ഗുജറാത്തി ഉണ്ട്, പഞ്ചാബി ഉണ്ട്, മലയാളി പെണ്ണുണ്ട്. പറയടാ ഇനിയിപ്പോ പാട്ടൊക്കെ പറഞ്ഞാ പോരെ. അങ്കി പറ. ഇതിനല്ല നിങ്ങൾ തന്നെ പാട്ട് പറയണതാണ്. ഇതിൽ കൂടുതൽ എന്ത് ക്ലൂ ഞാൻ കൊടുക്കും. നടക്കേടായിട്ട്. ഇനി നമുക്ക് വീണ്ടും ഓണാഡോയിലേക്ക് വരാം. അതെ, ഈ ഓണാഡോ എന്ന് പറയുന്ന പാട്ട് എത്ര ദിവസം കൊണ്ട് നിങ്ങൾ പഠിച്ച് പാടാനായിട്ടുള്ള ട്യൂണൊക്കെ മനസ്സിലാക്കി എടുത്തു? ഒറ്റ ദിവസമേ എടുത്തുള്ളൂ അതോ കുറച്ച് ദിവസങ്ങൾ എടുത്ത് മനഃപ്പാടമാക്കിയ ആൾക്കാരായിരുന്നോ? എങ്ങനെയായിരുന്നു? അതല്ല ഇതിന്റെ മ്യൂസിക് ചെയ്തത് ഫായിസ് ഹംസയാണ്. ഇപ്പൊ എന്റെ മായാദീവാന്, അതേപോലെ തന്നെ വേറെയും കുറെ പാട്ടുകൾ, കുറെ പാട്ടുകളുണ്ട് അവന്റെ ഹിറ്റ് ലിസ്റ്റുകൾ. അപ്പൊ ഇങ്ങനെ ഓണത്തിന്റെ പാട്ട് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഞാൻ അടുത്ത് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫായിസിനെ കൊണ്ട് ചെയ്യിക്കാം. അങ്ങനെ അപ്പൊ ഫായിസ് ഓരോ ക്രാഫ്റ്റ് ചെയ്യും. അപ്പൊ പിന്നെ നമ്മളും ഈ പറഞ്ഞതുപോലെ അല്ല നമുക്ക് വേറെ കുറച്ചുകൂടെ നമുക്ക് ഓണം വേണം, ഒരു കൊമേഴ്ഷ്യൽ കേൾക്കുമ്പോൾ ആ ഒരു ഇതും വേണം. അങ്ങനെ കുറച്ച് പണിയെടുത്തിക്കണ് പാട്ട്. പക്ഷെ അത് കാണുന്ന ആൾക്കാർ എന്തൊരു പണിയാണ് ഇവിടുത്തെ ചോദിക്കുമെന്ന് കരുതിയിട്ടാണ് ഞാനൊന്നും പറയാത്തത്. പക്ഷെ അവൻ പണിയെടുത്തിരിക്കുന്നത് അതിൻ്റെ മുകളിൽ അത്യാവശ്യം. അപ്പോൾ ഇങ്ങനെ അതിനുശേഷം ലിറിക്സ് ഒരുപാട് എഴുതിക്കണു. കാരണം അതിനകത്ത് ബീറ്റിലൊക്കെ വരുന്നതാണല്ലോ. അപ്പം കറക്റ്റ് ഗ്രിഡിൽ നമുക്ക് വേർഡ് പ്ലേ കറക്റ്റ് ആവണം. അപ്പോൾ അത് ഇപ്പോൾ തട്ടിയൊട്ടി മുട്ടി നിന്നാൽ അതൊക്കെ അങ്ങനെ. കാരണം ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ ആൾക്കാരെ മാതിരി എഴുതുന്നവരില്ലല്ലോ. അപ്പോൾ കുറച്ച് ഇരുന്ന് അതിന്മേൽ പണിയെടുത്തേക്കണം. അല്ല അപ്പൊ ഈ പാട്ട് അവസാനം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആർക്കലിക്ക് എന്താ തോന്നിയത്? വേറെ പാട്ടായിട്ട് എടാ ഈ പാട്ട് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോടാ. അങ്ങനെയാണ് അത് വരണമെന്ന് പറഞ്ഞാൽ ഓർമ്മ നമുക്ക്. അത് ഏത് പാട്ടാണെന്ന് തോന്നുന്നവർ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് പിടി കിട്ടുന്നില്ല. വെറുതെ ഒന്നും പറയരുത്. കറക്റ്റ് ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് അത് പറയണം. ഒരു ഗസ്സില്ലാതെ വേറെ ഏതൊക്കെയാ പാട്ട് വരും നമ്മൾ ചിന്തിച്ചിട്ട് പോലില്ല. എന്തായാലും എനിവേ അത് അങ്ങനെ ഒരു പാട്ടായിട്ട് വന്നു. മൊത്തത്തിലൊരു 1 മന്ത് എടുത്ത് മൊത്തം ചെയ്യാൻ പാടാനൊക്കെ പെട്ടെന്ന് നമ്മള് പഠിത്ത് വളരെ സിമ്പിൾ സൂപ്പറാണല്ലോ ഞങ്ങള്. അതെ പിന്നെ എന്റെ കാര്യം പറയണ്ടല്ലോ. പക്ഷെ ബാക്കി എല്ലാം എനിക്കൊന്ന് ഓവറോൾ 1 മന്ത് എടുത്ത്. അനാർക്കലിക്ക് ദാദനഗറിൽ വെച്ചിട്ട് എന്തോ ഒരു തട്ടിപ്പിനിരയായി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അനാർക്കലി എന്ന് സെർച്ച് ചെയ്തപ്പോഴത്തേക്കും പെട്ടെന്ന് മോളിൽ അതെന്താ സംഭവിച്ചേ? ഇത് ഔട്ട് ഓഫ് നോവെയർ തട്ടിപ്പിനിരയായി. അല്ല ഞാൻ പെട്ടെന്ന് അനാർക്കലിയുടെ പാട്ട് വേറെ പാട്ടായിട്ട് തോന്നിയല്ലോ. അപ്പൊ നമ്മൾ തട്ടിപ്പ് വരാന്ന് അല്ല അല്ല ഞങ്ങൾ അത്രക്കാരനേ. അല്ല ഞാൻ പെട്ടെന്ന് ഞാൻ ആലോചിച്ചു അനാർക്കലിയെ കുറിച്ച് ഒന്ന് സെർച്ച് ചെയ്തപ്പോഴത്തേക്ക് ആദ്യം വന്ന വാർത്ത എന്തെല്ലാം നല്ല കാര്യങ്ങൾ അനാർക്കലിനെ കുറിച്ച് സെർച്ച് ചെയ്യുമ്പോൾ വരുന്നുണ്ട്. നിങ്ങൾ ഈ തട്ടിപ്പന്നെ ചോദിക്കുന്നതിന് എന്തായാലും ഉദ്ദേശം? അതെന്താ സംഭവിച്ചേ? പക്ഷെ ഈ ഓട്ടോയിൽ കയറിയപ്പോ പൈസ ചോദിച്ചോ? അല്ല എന്താണ് എന്താ സംഭവിച്ചത്? ഞാൻ കേൾക്കാം. മിണ്ടാതിരി. ഓട്ടോയിൽ കയറിയപ്പം മറ്റേ നമ്മുടെ കയ്യിൽ എത്രയോ നോട്ട് ഉണ്ടായിരുന്നു. അപ്പം ഈ നമ്മുടെ കൺകെട്ട് എന്ന് പറയില്ലേ, എനിക്കത് ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇപ്പൊ എനിക്ക് പറ്റുന്നില്ല. പക്ഷെ ഇവര് നമ്മുടെ ഞാൻ എന്തൊരു 500 രൂപ ഒന്ന് കൊടുത്തു. അപ്പൊ ആ സമയത്ത് ഇവർ ബ്ലൂ ലൈറ്റ് ഇട്ടേക്കോ ഇതിന്റെ അകത്ത്, ഓട്ടോന്റെ അകത്ത് ഫുൾ ബ്ലൂ ലൈറ്റ്. അപ്പൊ ഞാൻ ആ സമയത്ത് ഈ കാശ് എടുത്തിട്ട് അപ്പൊ നമ്മൾ ഇന്ന സ്ഥലത്ത് പോയി ഇത്രയും കാശ് വേണമെന്ന് പറഞ്ഞു. അപ്പൊ അത് അവർക്ക് പെട്രോൾ അടിക്കണം, ആദ്യമേ കൊടുക്കാവുന്നത് ചോദിച്ചു. അപ്പൊ നമ്മള് ഈ എൻ്റെ കൂടെ ഉമ്മയും എൻ്റെ സിസ്റ്ററും ഉണ്ട്. അപ്പം ഇത് എണ്ണി കഴിഞ്ഞിട്ട് ഞാൻ എത്ര കാശ് കൊടുത്തു. അപ്പം 1500 എന്തോ കൊടുത്തെന്ന് തോന്നുന്നു ഞാൻ. എന്തോ എനിവേസ് ഓട്ടോയ്ക്കോ? അത് നല്ല ദൂരമുണ്ട് പോവാൻ. അപ്പം അവിടെ അങ്ങനെയല്ലേ നമ്മള് ക്യാബ് അല്ലെങ്കിൽ അപ്പൊ നമ്മള് പൈസയാണ്. അപ്പം മറ്റേ
പ്രോപ്പർ ഓട്ടോ അല്ല, മറ്റേ വാൻ ഇല്ലേ, ഒമ്നി വാൻ. അപ്പൊ ഇതിൻ്റെ അകത്ത് കയറി ഇരുന്ന് ഫുൾ നീല വെളിച്ചം. അത് കറക്റ്റ് ഞാൻ കാശ് എടുത്ത് നോക്കുന്ന സമയത്ത് ഇവർ നീല വെളിച്ചം ഇട്ടു. അപ്പൊ ഞാനിങ്ങനെ ഇത് കാണുന്നില്ലല്ലോ എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. എന്നിട്ട് ഇവർ കൊടുത്തു. എന്നിട്ട് ഇവര് പറഞ്ഞു അയ്യോ ഇത് 600 രൂപയുള്ളല്ലോ എന്ന് പറഞ്ഞ് തിരിച്ചു തന്നു. അപ്പൊ ഞാൻ 600 രൂപ. ഞാൻ അയ്യോ സോറി ഏട്ടാ അതൊക്കെ പറഞ്ഞിട്ട് ഞാൻ വേറെ തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കിയാൽ പിന്നെ എൻ്റെ പേഴ്സിലൊന്നും ഇല്ല. പക്ഷെ ഐ എം പ്രിറ്റി ഷുവർ ദാറ്റ് എനിക്ക് അതിൽ കൂടുതൽ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അയ്യോ കാശില്ല. അപ്പോൾ അവരും ഞാൻ ഇല്ല പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങി. 600 രൂപയായിട്ട് ഇല്ല. അപ്പം നമ്മളെ ഒന്ന് കൺഫ്യൂസ്ഡ് ആക്കി. പക്ഷെ എനിക്കറിയായിരുന്നു ഞാൻ 1500 കൊടുത്തത്. പക്ഷെ ഒരു ദിവസം പറഞ്ഞു 3,200 നോട്ടാണല്ലോ തന്നെ എന്ന് പറഞ്ഞത്. ശരിക്കും 3,500 500 തന്നെയായിരുന്നു ഞാൻ കൊടുത്തത്. പക്ഷെ ആ സമയത്ത് നമുക്ക് കൺഫ്യൂസ്ഡ് ആവും. നമുക്ക് ഭാഷയും അത്ര അറിയത്തില്ല. എന്താ സംഭവിച്ചത് മുംബൈയില്. ഇങ്ങനെയുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ അക്ബറിന് ഉണ്ടായിട്ടുണ്ടോ? അല്ല ഞാൻ നോക്കിയപ്പോ നല്ലൊരു ബിസിനസ് പ്ലാൻ ആണ് അത്. ശരിക്കും ആലോചിച്ച് നോക്കിയേ, ലൈറ്റ് മാറ്റിയിട്ട് പൈസ അവരപ്പൊ തന്നെ അതായത് 200 നമുക്ക് തിരിച്ചു വരുമ്പോ അവര് ലൈറ്റ് മാറ്റും. സാധാരണ ലൈറ്റ്. വളരെ പേഴ്സണൽ ആയിട്ട് അനാർക്കലിയോട് ചോദിക്കട്ടെ, നമ്മൾ കേരളത്തിൽ എല്ലാവരും ഭയങ്കര പ്രോഗ്രസീവ് ആണ്, ആനയാണ് കുതിരയാണെന്നൊക്കെ പറയും. എന്നാലും നമ്മളൊരു ലിവ് ഇൻ റിലേഷൻഷിപ്പ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മറ്റേ ഇത് ശരിയല്ല, മൊറാലിറ്റി അല്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അത്തരം കാര്യങ്ങളൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് തുറന്നു പറയുന്ന ഒരാളാണ് അനാർക്കലി. അതിന്റെ പേരിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ആളുകളുടെ ഇടയിൽ നിന്ന് ഇത്തരത്തിലുള്ള കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ? തുടും തരാം ഇല്ല 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 ഇല്ല. ഇപ്പൊ നമ്മുടെ എന്റെ പേരൻസിനൊക്കെ അറിയാം. ആദ്യമൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും പിന്നെ അതങ്ങ് ശരിയായി. ഞാൻ മൈൻഡ് ചെയ്യുന്നില്ലെന്ന് കണ്ടപ്പോഴത്തേക്ക് അങ്ങ് ശരിയായി. വേറെ വഴിയില്ലല്ലോ. അപ്പം ഇല്ല, എല്ലാരും അതായിട്ട് ഓക്കെയാണ്. നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്ന കാര്യമൊക്കെ ഇപ്പം എനിക്കൊന്ന് ഇപ്പൊ 5 years ആയി നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നു. പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഐ റിയലി ഡോണ്ട് കെയർ. അങ്ങനെ ഞാൻ ഐ ആക്ച്വലി കെയർ അബൌട്ട് എ ലോട്ട് ഓഫ് തിങ്സ്, അബൌട്ട് വാട്ട് പീപ്പിൾ തിങ്ക് ഓഫ് മീ. പക്ഷെ ചില കാര്യങ്ങള് നോ, ഐ ഗിവ് 0 Fs. കാര്യം എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങളിൽ ഞാൻ മറ്റേ ഭയങ്കര കോൺഫിഡന്റ് ആണ് ആ കാര്യത്തിൽ. ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ നമുക്ക് സംശയമുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ, ഇത് ശരിയാണോ അല്ലയോ എന്നുള്ള ചില കാര്യങ്ങൾ. അതിന് ആൾക്കാർ എന്തൊരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ടെൻഷൻ വരും. ടെൻഷനാവും ഞാൻ. അല്ല ഞാനൊരു വീഡിയോ ഉണ്ട്, അതായത് അനാർക്കലിയുടെ കല്യാണം എന്നാന്ന് വെച്ചപ്പോ കല്യാണം ഒന്ന് പോടാ, എനിക്ക് കല്യാണം ഒന്നും കഴിക്കണ്ട എന്ന് പറഞ്ഞത്. ആ ഒരു സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്ന ആളാണോ? അയ്യോ ഇല്ലല്ലോ, എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. അതിന് സമയമായിട്ടില്ല എന്നേ ഉള്ളൂ. നമ്മള് രണ്ടുപേരും ആ ഒരു സ്ഥലത്ത് എത്തിയിട്ടില്ല. എന്തൊക്കെയാണ് അതിലേക്ക് എത്താനുള്ള കാര്യങ്ങൾ? ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഗോൾസ് വെച്ചിട്ടുണ്ടാവില്ലേ? എന്തൊക്കെയാ ഗോൾസ്? ഓഫ് കോഴ്സ് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി, പിന്നെ നമ്മുടെ ഒരു ഐഡന്റിറ്റി വളർത്തുക എന്നുള്ള ഒരു പരിപാടിയുണ്ട്. വി ബോത്ത് നീഡ് ദാറ്റ്. എന്നിട്ടൊരു വലിയ കല്യാണം നടത്തണം. അങ്ങനെ ഒരു വലിയ കല്യാണം ഞങ്ങൾ പ്രതീക്ഷിക്കാല്ലേ? ഇല്ല വലിയ കല്യാണം ഉണ്ടാവില്ല എന്തായാലും. ഇല്ല വലിയ കല്യാണം ഉണ്ടാവില്ല. ആരെങ്കിലും സ്പോൺസർ ചെയ്യുന്നുണ്ട് വലിയ കല്യാണം നടത്താം. അതെ, അതേപോലെ നയൻതാരയുടെ കല്യാണം എടുത്തില്ലേ? അതുപോലെ നെറ്റ്ഫ്ലിക്സിന്റെ കല്യാണം എടുക്കുകയാണെങ്കിൽ വലിയ കല്യാണം കഴിക്കാൻ എനിക്ക് നല്ല താല്പര്യമുണ്ട്. പക്ഷെ അത് ബിക്കോസ് ഞാൻ അങ്ങനെ ഒരു കല്യാണത്തിന്റെ മുകളിലോ ഒരു പ്രോഗ്രാമിന്റെ മുകളിലോ ഒരുപാട് കാശിറക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതില് ഒരു കാര്യമില്ലാന്ന് ഞാൻ വിചാരിക്കുന്നത്. അടുത്ത ഒരു 2 വർഷത്തിനുള്ളിൽ നമുക്കിത് പ്രതീക്ഷിക്കാമോ? ഓഫ് കോഴ്സ് ആണ്. 2 വർഷത്തിനുള്ളിൽ അനാർക്കലിയും വിവാഹിതയാവുകയാണ്. ടാഗ് ഇല്ലെന്നേ ഉള്ളൂ അല്ലേ? സത്യത്തിൽ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നു, നിങ്ങൾ ഒരുപോലെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നു, അങ്ങനെയുള്ള പിന്നെ അത് വലിയ വ്യത്യാസം ഇല്ല ആ കാര്യത്തിൽ. ഒരു ഒപ്പിന്റെ വ്യത്യാസം ഉള്ളൂ. ഒരു കഥയും ഇല്ല. കഥയില്ലാന്നോ? തുടങ്ങി അപ്പൂപ്പനോ? അയ്യ അമ്മാവനെ കൊണ്ടൊരു രക്ഷയില്ല. വന്ന് കയറുമ്പോഴത്തേനും എന്റെ മനസ്സ് പഠിപ്പിച്ച് കാര്യൊന്നുമില്ല എന്ന് പറയരുത്. അതിലെന്ത് കാര്യം എന്നുള്ളതൊക്കെ അങ്ങനെയൊന്നും പറയരുത്. ഈ കല്യാണത്തില് കാര്യമൊക്കെ ഉണ്ട്. ഞങ്ങൾ സുഖമായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നീ എന്തിനാ പിന്നെ കല്യാണം കഴിക്കാൻ പോണ്? അത് നമ്മള് കല്യാണം കഴിക്കുന്നോണ്ട് കൊറേ ഗുണങ്ങളുണ്ട്. കാര്യമുണ്ടല്ലോ, അതിൽ കാര്യമില്ല എന്ന് പറഞ്ഞല്ലോ. പക്ഷെ അടിസ്ഥാനപരമായി വലിയ കാര്യമൊന്നുമില്ല. അതാണ് തോറ്റു. നിങ്ങൾ രണ്ടുപേരും തോറ്റു. അടുത്ത ചോദ്യം മാമൻ അങ്ങ് ജയിക്കും. മാമനാക്കി കുഴപ്പമില്ല.
എന്തായാലും അത് ഓണാഡോ എന്ന് പറയുന്ന ഒരു ആൽബം പുറത്തിറങ്ങി. അത് ഓണ കാലഘട്ടത്തിന് വളരെ പെട്ടെന്ന് തന്നെ വളരെ നേരത്തെ ഇട്ടു. അതായത് ആദ്യം ഇറങ്ങിയ ഓണപ്പാട്ടുകളിൽ ഒരെണ്ണം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഉണ്ടായിരുന്നു. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു റീച്ചിലേക്ക് പാടം അല്ലെങ്കിൽ ആ പാട്ട് എത്തുന്നില്ലല്ലോ എന്നുള്ളൊരു ബുദ്ധിമുട്ട് എപ്പോഴെങ്കിലും തോന്നിയോ? ഇല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ, എനിക്ക് സ്വന്തമായിട്ട് ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ കവേഴ്സ് ചെയ്യുന്നത് നമ്മൾ കുറെ നാളായിട്ട് കവേഴ്സ് ചെയ്യുന്നുണ്ട്. ഐ മീൻ ഇറ്റ്സ് എ നെക്സ്റ്റ് സ്റ്റെപ്പ് ടു ക്രിയേറ്റ് മ്യൂസിക് ഓൺ അവർ ഓൺ. നമ്മളിപ്പോ വലിയ പ്രൊഡക്ഷൻ ബാക്കപ്പിൽ ചെയ്യുന്നതൊന്നുമല്ല. ഇപ്പൊ ഏതെങ്കിലും ഒരു വലിയ മീഡിയ കമ്പനി ചെയ്യുന്ന പാട്ടൊന്നുമല്ല. അത് അനാർക്കലി മരക്കാർ ചെയ്യുന്ന ഒരു പാട്ട്, അതിൽ ഞാൻ അസോസിയേറ്റ് ചെയ്തു. അങ്ങനെ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ ബാക്കപ്പ് ഇല്ലാത്തൊരു പാട്ടാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ടാവും. പക്ഷെ നമ്മൾ നമ്മുടെ മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് ചെയ്യാന്നുള്ളതാണ്. അതിനെ എന്താ പറയാ, നമ്മളൊരു ആദ്യത്തെ ഒരു പരിപാടിയായിട്ടാണ് ഞാൻ കാണുന്നുള്ളൂ. അതിന് ആദ്യത്തെ പരിപാടി തന്നെ ഭയങ്കര സ്വീകരണം കിട്ടുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഇനി വരും സമയങ്ങളിൽ നമ്മൾ വീണ്ടും വീണ്ടും പാട്ട് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അപ്പം കുറച്ച് പാട്ടുകൾ ചെയ്ത് നമ്മൾ ആ ഒരു പേര് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാലല്ലേ നമ്മുടെ പാട്ടുകൾ കേൾക്കാൻ ആൾക്കാർക്ക് ഇഷ്ടം ഉണ്ടാവുള്ളൂ. ഞാൻ നമ്മളെ ക്രെഡിറ്റിലൊന്ന് മെൻഷൻ ചെയ്യണം. നേരത്തെ ലിറിക്സ് പറഞ്ഞപ്പോൾ ഹസ്ബുള്ള എന്ന് പറയുന്ന പുള്ളിയാണ് ലിറിക്സ് ചെയ്തേക്കണത്. നേരത്തെ പേര് മെൻഷൻ ചെയ്യാൻ വിട്ടുപോയി. ഇപ്പൊ ആ പാട്ടിലെ ഏറ്റവും ആ സ്പീഡിലുള്ള വരികളല്ലേ, എനിക്കതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ആ വരി പാടിക്കൊണ്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. കൊടിയും കൊടി പറക്കും താനേ നാനേ, തകിലും കുരവകളും നാടേ കാണേ, അടിയും അതിരടിയും ആടേ പാടേ, കവിളിൽ ചിരി പടരും ചേരും നാളെ, കരയാകെ തേരിൽ പൂവിളിച്ചേലാകെ, പതിയെ കലവറയിൽ പതഞ്ഞു നിന്നവളെ, നിന്നെ തട്ടിയൊട്ടി മുട്ടി നിന്നാലല്ലേ, കണ്ണ് കെട്ടിപ്പൊട്ടി തൊട്ടാലല്ലേ, വന്ന് പറ്റിയൊന്ന് നിന്നാലെന്താ പൊൻതാരേ പിന്നാലെ, തട്ടിയൊട്ടി മുട്ടി നിന്നാലല്ലേ, കണ്ണ് കെട്ടിപ്പൊട്ടി തൊട്ടാലല്ലേ, മിന്നി മുന്നിൽ വന്ന് നിന്നാലല്ലേ മന്ദാര പെണ്ണാളെ, മണമല്ലേ മണ്ണാകെ മധു പകരില്ലേ നിന്നാലേ, ലതികെ സ്വരഗതിയെ ചിരവരമാവില്ലേ, ഓണം തിരതല്ലും ഓണം കൊണ്ടൊരു പൂരം, അടിച്ചെന്താമരെ പിന്നാലെ ഞാൻ വരുമോല കുടയായി, ഓണം തിരതല്ലും ഓണം കൊണ്ടൊരു പൂരം, അടിച്ചെന്താമരെ പിന്നാലെ ഞാൻ വരുമോല കുടയായി. ആക്ച്വലി ഈ പാട്ടിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. അതായത് ഇപ്പം ഈ പാട്ട് കേൾക്കുമ്പോൾ തന്നെ പലരും ഇതിനകത്ത് നിങ്ങൾ വള്ളംകളി ഇല്ല, ഇതിനകത്ത് നിങ്ങൾ ഈ പറയുന്നത് പോലെ ഓണത്തിന്റെ സദ്യ എലമെന്റ്സ്. ആക്ച്വലി ഇത് നമ്മൾ ഈ ഒരു പാട്ട് നമുക്ക് ഇതിനെ പറ്റി അറിയില്ല. എഴുത്തുകാരന്റെ സ്വാതന്ത്ര്യമാണല്ലോ. ഞാൻ ചോദിച്ചത് എന്താണ്, അപ്പൊ പുള്ളി എന്ന് പറഞ്ഞത് ഇത് ഒരു അങ്ങനത്തെ ഒരു ഓണം അല്ല, ഒരു ഓണത്തിന് നടക്കുന്ന പ്രണയമാണത്. ആക്ച്വലി ഓണത്തിനൊക്കെ ഉണ്ടാവുമല്ലോ ഓരോരുത്തര് ഇങ്ങനെ പ്രേമിക്കാനായിട്ട്. അപ്പൊ അത് അങ്ങനത്തെ ഓണത്തിന് അല്ല, എനിക്കും നമ്മൾ ഓണം സോങ് ചെയ്യുമ്പം സ്ഥിരമായൊരു ടെംപ്ലേറ്റ് എന്ന് പറയുന്നത് ഓണത്തിന്റെ കുറെ വാക്കുകളുണ്ട്. പൂവിളി, സദ്യ, വള്ളംകളി, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ലിറിക്സ് ഒരു സ്ഥിരം പരിപാടിയാണ്. അപ്പം എനിക്കും എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് വേണമെന്നുണ്ടായിരുന്നു. അതായത് ഭയങ്കര ഓൺ ദ ഫേസ് ഒരു ഓണം പരിപാടി അല്ലാതെ പിന്നെ ആണെങ്കിലും കേൾക്കാൻ പറ്റിയ ഒരു പാട്ടായിരിക്കണം എന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. ഇന്നലെ ഓണത്തിന്റെ ഒരു ഇതുണ്ട്, ഇന്നലെ ഓണം കളയാനും പാടില്ല. അങ്ങനെ ആ ഓണാഡോ പേരിട്ടത് അനാർക്കലിന്റെ ഇതാണ്, ബഡി ബഹൻ അല്ലേ, എന്റെ ചേച്ചി. ഒരു പേര് കിട്ടണല്ലോ. അപ്പൊ ഞങ്ങളിങ്ങനെ കുറെ ആലോചിക്കുന്നുണ്ട്. മാവേലി റോക്സ്, മാവേലി ഹോം കമ്മിങ്, ഞങ്ങൾ മാവേലി ഫാർ ഫ്രം ഹോം, ചാറ്റ് ജിപിടി പറഞ്ഞ മാവേലി ഹോം കമ്മിങ്, തിരുവോണം ഗോൾസ്. അതെ, പക്ഷെ അതിനൊക്കെ കുറച്ചുകൂടെ ഒരു എന്താ പറയാ ജെൻസി വൈബ് പിടിച്ചിട്ടുള്ള ഒരു ഓണാഡോ, ടൊർണാഡോ ഫീൽ എനിക്ക് തോന്നുന്നു. സിസ്റ്ററിലുള്ള ആ ഒരു പ്രതീക്ഷയാണ്. അപ്പൊ പറയുന്നത് നമുക്ക് ശരി വേണ്ട, ഞാൻ പോയിട്ട് ഞാൻ എന്റെ ചേച്ചിയോട് ചോദിക്കാം. ആക്ച്വലി നല്ല പേരല്ലേ ഓണാഡോ. അതെ, കുറെ ആൾക്കാരുടെ പേര് നല്ല പേരാന്ന് പറഞ്ഞു. തമാശകൾക്കൊക്കെ അപ്പുറത്തേക്ക് ഓണാഡോ യൂട്യൂബിൽ അവൈലബിൾ ആണ്. എല്ലാവരും ഓണാഡോ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. അപ്പൊ എല്ലാവരും കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. വിഷിംഗ് ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പൊ ഒരു പുതിയ ആൽബവുമായിട്ട് വീണ്ടും കാണാൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഈ ഓണം യൂറോപ്പിൽ ആഘോഷിച്ചാലോ? ഓഗസ്റ്റ് 20, 23, 24 തീയതികളിലായി ഫ്രാൻസ്, UK, ബെൽജിയം, ജർമ്മനി, സ്വിറ്റ്സർലാൻഡ്, ഓസ്ട്രിയ, ഇറ്റലി, വത്തിക്കാൻ തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഒരു ഗംഭീര യൂറോപ്യൻ യാത്ര. യൂറോപ്പ് ഓണം പൊന്നോണം.